ഹലോ ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പച്ചക്കറി തൈയും വാഴക്കണ്ടൊക്കെ നടന്ന വീഡിയോ ഉണ്ടാകും. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോട്ടെ. ഈ വാഴക്കണ്ടെന്ന് പറയുന്നത് നമ്മൾ ടിഷ്യൂ വാഴയാണ് വാങ്ങിക്കുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കുറച്ച് നട്ടിട്ടുണ്ട്. പിന്നെ ഞാനത് വീഡിയോ ലെങ്ത് കൂടുതലുള്ള കാരണം ഞാനത് വീഡിയോ എടുക്കാണ്ട് കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വാഴ നട്ടാട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇനി നടാൻ പിന്നെ നമ്മുടെ ഈ കൂടിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങൾ ഒടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ കൂട് നമുക്ക് നമ്മുടെ കലാത്തൂട്ടിയെ വെക്കണ, അതായത് ചെടി വെക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് കൂടെടുത്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ പുറകെ വരുന്നുണ്ട്. നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ കുറച്ച് വീഡിയോ ഇട്ടിട്ട് അത് കുറച്ച് തിരക്കിലായിരുന്നു. അത് കാരണം നമ്മൾ വീഡിയോ ഇടാൻ ചേട്ടാ. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണത് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. അത് ചിലപ്പോൾ നെറ്റിൻ്റെ സ്ലോ കൊണ്ട് ചിലപ്പോൾ ആവാം. പിന്നെ അതുപോലെ തന്നെ എഡിറ്റിങ് മോശമാണ്. എഡിറ്റർ മോശമായതുകൊണ്ട് അങ്ങനെ വരാറുണ്ട്, ഹാങ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇടാറ്. ഇപ്പം ഇന്ന് ഈ വീഡിയോ ഇടും. അതായത് 1-ാം തീയതി നമ്മൾ വീഡിയോ ഇട്ടിട്ട് 1-ാം തീയതി കഴിഞ്ഞ് 2, 3, 4-ാം തീയതി ആയിരിക്കും നമ്മൾ ഇനി അടുത്ത വീഡിയോ ഇടുക കേട്ടോ. 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റർ ശരിയാവണ വരെ ഇരിക്കേണ്ടി വരും. ഹാങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഇനി നമ്മൾ വീഡിയോ ഇടുക കേട്ടോ. അതായത് 1-ാം തീയതി ഇന്ന് 1-ാം തീയതി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4-ാം തീയതി ആയിരിക്കും ഇടുന്നത് കേട്ടോ. അങ്ങനെയായിരിക്കും നമ്മൾ വീഡിയോ ഇടുക. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്ന് 7:30 ആയിരിക്കും വീഡിയോ ഇടുക. അത് അപ്ലോഡ് ആവണം ചിലപ്പോൾ 8 മണിയാവും. ആ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ ഇടണം. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യണതാണ്. ഒരു 6 മണി 6:30 നമ്മൾ അപ്ലോഡിങ്ങിന് ഇടുന്നതാണ്. പക്ഷേ നെറ്റ് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, നെറ്റിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. നേരം വൈകിട്ട് നമുക്ക് കിട്ടാറ്. ഒരു 8 മണിക്കൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിയുന്നത്. 7:30 നമുക്ക് കഴിയണമെന്ന് വിചാരിച്ച് നമ്മൾ ഇട്ടാലും പക്ഷേ ആ സമയത്ത് നടക്കില്ല. അപ്പം നമ്മുടെ വീഡിയോ ഒരു 6 മണിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7:30 അപ്ലോഡ് ആക്കണം കേട്ടോ. ആ 7:30 ചിലപ്പോൾ കിട്ടാം, അല്ലെങ്കിൽ 8 മണിക്കുള്ളിൽ നമ്മുടെ വീഡിയോ വരും കേട്ടോ. അതെല്ലാവരുടെ അടുത്ത് നമ്മൾ പറയണം. നമുക്ക് കറക്റ്റ് ഒരു ഫിക്സഡ് ആയിട്ടൊരു ടൈം നമുക്ക് ഇടാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. നമ്മുടെ എഡിറ്റർ മോശമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ. അതങ്ങനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇങ്ങനെ നീളത്തിൽ വരിയായിട്ട് അത് അങ്ങോട്ട് പോയിക്കോളും ആ ചെടി. അപ്പോൾ നമുക്ക് ഇവിടെ താറാവ് കൂടെ അടിക്കാം. ഈ സൈഡിൽ താറാവ് കൂടെ അടിക്കാം. അത് ഇത്തിരി കാട് പോലെയാവും. പിന്നെ നമുക്ക് ആ വാഴക്കണ്ണൊക്കെ മാറ്റണം. പിന്നെ ഇത് നമുക്ക് അത് സെറ്റ് ചെയ്യാം.
നമ്മൾ മണ്ണുത്തി പ്രൈവറ്റ് ഫാമിൽ പോയിട്ടായിരുന്നു നാടൻ കോഴീനെ നോക്കിയിട്ട് പോയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങിയ ഒരു 10 നാടൻ കോഴിയാണിത്. അതിലൊരു നാടൻ കോഴി ചത്തുപോയിട്ടുണ്ട്, കഴുത്തിലൊക്കില്ലാത്തൊരു നാടൻ കോഴി ചത്തുപോയിട്ടുണ്ട്. ബാക്കി ഒരു 9 എണ്ണം ഇതിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവരെ നമ്മൾ സെപ്റ്റംബർ 10-ാം തീയതി എടുത്താണ്. ഇന്നേക്ക് നവംബർ 1-ാം തീയതി ഉണ്ട്. അപ്പോൾ 52 ദിവസമായിട്ടുണ്ട് കേട്ടോ ഇവരെടുത്തിട്ട്. 52 ദിവസത്തെ വളർച്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു മാസം 21 ദിവസം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മാസം 21 ദിവസമൊക്കെ ആയാലും ഞങ്ങൾ 120 തന്നെ വാങ്ങിക്കാറുള്ളൂ. 120 രൂപയ്ക്ക് തന്നെ കൊടുക്കാറ് കേട്ടോ. പക്ഷേ ലോങ്ങിക്കൊന്നും കൊടുക്കാറില്ല. നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാറ്. പിന്നെ ലോങ്ങിൽ നിന്ന് വരാറുണ്ട്, നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് വരാറുണ്ട്. അവർക്കൊക്കെ ആ പൈസക്ക് തന്നെ കൊടുക്കാറ് കേട്ടോ. ഇതാണ് നമ്മുടെ നാടൻ കോഴി. പിന്നെ അതേപോലെ തന്നെ ഇവരെത്ര ആക്കിയത് സ്വയം ആയതല്ല കേട്ടോ. നമ്മുടെ തള്ള അടയിരുന്നിട്ട് ചൂട് കിട്ടിയിട്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ അവളെ കാണിച്ചു തരാം. അവളിപ്പോൾ ആ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവളാണ് കേട്ടോ, അവൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6-7 മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ മുട്ട അടയിരിക്കുന്ന അറിയില്ല കേട്ടോ. മുട്ടയിടും അടയിരിക്കുന്ന അറിയില്ല. അവൾ അതേപോലെ മുട്ട ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മുട്ടയിട്ടുണ്ട്. ഇനി അടയിരിക്കുന്ന അറിയില്ല. ചേല് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിരിയും, അല്ലെങ്കിൽ വിരിയില്ല. ഇവളാണ് നമ്മുടെ ഉള്ളത്. ഇവിടെ മാത്രമേ നമ്മുടെ അടയിരിക്കുന്നത്. ബാക്കി എല്ലാവരും അടയിരിക്കണമെന്ന് അറിയില്ല കേട്ടോ. അത് മുട്ടയിട്ടതിന് ശേഷം മാത്രമായിരിക്കും അറിയണത്. ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാടൻ കോഴി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇവരെ അടയിരിക്കണമെന്ന് അറിയില്ല. നാടൻ കോഴിയുടെ എല്ലാ ലക്ഷണങ്ങളുണ്ട്. പക്ഷേ മുട്ടയിടും അടയിരിക്കുമെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പുള്ളിച്ചത്തൻ. ഇതാണ് കൂട്ടിൽ വിശേഷം. ഇപ്പോൾ ഈ 2 കൂട് നമ്മൾ മുട്ടയ്ക്കാണ് വെച്ചേക്കണത്. പിന്നെ അതിപ്പോൾ മുട്ടയിടാനായിട്ട് പിന്നെ അവർക്ക് ഇപ്പോൾ ഇറച്ചി കോഴിയുടെ സ്റ്റാർട്ടറായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ കോഴികൾക്ക് ഇറച്ചി കോഴിയുടെ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വലിപ്പം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ 1 കിലോ വാങ്ങിയിട്ടുള്ളൂ. 1 കിലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി ഗ്രോവർ ഇട്ട് കൊടുക്കും. ഗ്രോവർ കഴിഞ്ഞാൽ നമുക്ക് മുട്ട തീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഗ്രോവർ മുട്ടയുള്ള വരെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഗ്രോവർ പൈസ കുറവാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് വലിപ്പാവും ചെയ്യും. നാടൻ കോഴി വലിപ്പാവും ചെയ്യും. അപ്പോൾ അതിന് ഗ്രോവർ കൊടുക്കാൻ നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ ഗോതമ്പ് കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് അരിയും കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കിയിട്ട്. പിന്നെ കാടക്കോഴിക്ക് മുട്ട തീറ്റ തന്നെ കൊടുക്കണേ. ഇപ്പോൾ ഒരു ചേലിക്ക് തുടങ്ങിയിട്ടുള്ളൂ. മുട്ട ഫുള്ളായിട്ടില്ല കേട്ടോ. മുട്ട ഇനി ആവണം. അപ്പം അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. ആ തയ്യുമെന്ന് കിട്ടിയതട്ടത് മൊത്തം വേണ്ട. ഇത് നമുക്ക് കുറച്ച് സ്ഥലത്ത് നട്ടു കൊടുക്കാം. ഉണ്ടാവട്ടെ. ഇനി നമ്മൾ ഇവിടെ കത്തിക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ചെടി കരിയും. പിന്നെ ആ പുല്ലിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പുല്ലിന് വെള്ളം ഒഴിച്ച് കൊടുത്തില്ല. അതൊക്കെ തിരിച്ച് പൊടിച്ച് വരുന്നുണ്ട്. മുന്നേ വെച്ച പുല്ലുണ്ടത്. ഇതാ പുല്ലുകൾ കേട്ടോ. പിന്നെ നമുക്ക് ഈ വാഴക്കണൊക്കെ പറിച്ച് മാറ്റി കളയാം കേട്ടോ. ഇത് വളർന്നു വന്നാലും വലിയ ഗുണമൊന്നും നമുക്കുണ്ട് കിട്ടില്ല. ഗുണം എന്ന് വെച്ചാൽ ഇത്തിരി സമയം എടുക്കും അത് വലുതായി വരാനായിട്ട്. ഇപ്പോൾ വാഴക്കണ്ട് വാങ്ങി നടന്നായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലത്തെ ടിഷ്യൂ വാഴ അല്ലേ, അത് വാങ്ങി നടന്നായിരിക്കും നല്ലത്. എനിക്ക് അതാണ് തോന്നി. അത് നട്ടിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു കേട്ടോ. ടിഷ്യൂ വാഴ നട്ടിട്ട് എനിക്ക് ഇത്തിരി നല്ല രീതിയിൽ തോന്നുന്നത്, നല്ല രീതിയിൽ വലുതാവുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് ഇനി വളമിട്ട് കൊടുത്തായിട്ടാണ് ഇവരൊന്ന് വലുതാവട്ടെ. ഇത്തിരി കൂടി ഒന്ന് പിടിച്ച് പറ്റും. വേരൊന്ന് പിടിച്ചിട്ട് നമുക്ക് വളമിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വളമിട്ട് കൊടുക്കാൻ പറ്റില്ല.
ഇതിപ്പോൾ നോക്കണ്ട സമയം എടുക്കും ഇതിനായിട്ട്. എല്ലാവരും ഒന്ന് പേടി മാറട്ടെ. അങ്ങോട്ട് ഇട്ടിട്ട് പേടിച്ചിരിക്കണം എല്ലാവരും. അതൊന്ന് പേടി മാറട്ടെ. ഇത് നമ്മൾ ഒക്കെ തന്നെ തൈ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്ന പരിപാടിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ഒരു ലൈക്ക് അടിച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ. പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ല ഉപകാരം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.